നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളോട് തെറ്റ് ചെയ്യുന്നതിൽ അവർക്ക് കുറ്റബോധമുണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഇതെനിക്കൊരു പേഴ്സണൽ റീഡിംഗ് ആയിട്ട് വന്നതാണ്. പക്ഷെ ജനറൽ റീഡിംഗ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് എടുക്കുന്നത്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്ന അറിയില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഓറക്കിൾ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഓക്കെ, ഇവിടെ കുറച്ച് കാർഡുകൾ തിരിഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. 2 കാർഡുകളാണ് ഇവിടെ മറിഞ്ഞത്. ഇത്രയും കാർഡ്സേ ഉള്ളൂ, 2 എണ്ണമാണ് വീണത്. ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ ടോക്സിക് ആണെന്നാണ് പറയുന്നത്. വളരെയധികം ടോക്സിക് ആണ്, ക്ലെൻസ് ചെയ്യണം. അപ്പോ ടോക്സിസിറ്റി എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് റീഡിംഗ് ചിലപ്പോൾ പറഞ്ഞു തരും. അതല്ലെങ്കിൽ ഇവിടെ ടോക്സിക് ആണെന്ന് പറയുന്നുണ്ട്, ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ പറയുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പൊ സോൾമേറ്റ് കണക്ഷൻ എപ്പോഴും ഈസി ആവണം എന്നല്ല. നമ്മൾ വിചാരിക്കും സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫെയറി ടെയിൽസ് പോലെയാണ്, ഹാപ്പിലി എവർ ആഫ്റ്റർ, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ് നമുക്കുള്ളത്. പക്ഷെ അതുപോലെ അല്ല കേട്ടോ. പ്രത്യേകിച്ച് സോൾമേറ്റ് കണക്ഷൻ, അവിടെ എന്ത് കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, നമ്മൾ അല്ലെങ്കിൽ ഫെയ്റ്റ് അല്ലെങ്കിൽ ഡെസ്റ്റിനി, നമ്മുടെ വിധി എന്തുകൊണ്ടാണ് നമ്മളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്നത് എന്ന് നമുക്കറിയില്ല. കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടാണ് സോൾമേറ്റ് കണക്ഷൻസ് വരാറ്. അപ്പൊ എന്തോ ഒരു കടമാണ് നിങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള കടമാണ് നിങ്ങളുടെ വ്യക്തി വീട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സോൾമേറ്റ് കണക്ഷൻ. പക്ഷെ അതുകൊണ്ടാണ് ടോക്സിക് ആണെന്ന് പറഞ്ഞത്. പക്ഷെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഹെൽപ്പ് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ചില സമയത്ത് ഈ വ്യക്തി നിങ്ങൾക്ക് വളരെയധികം ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ചിലപ്പോ അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായിരിക്കാം എന്ന ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. നല്ല പോസിബിലിറ്റി അല്ല റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ കൂടെയുള്ള ആളുമായിട്ടുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ടോക്സിസിറ്റി